ആ ശറഫാക്കപ്പെട്ട ഹബീബരായ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട ശരീരത്തിലെ വിഷയങ്ങളെ കുറിച്ച് പറയുമ്പോ ഒരദബിന്റെ വാക്ക് പോലും പറയാൻ നിങ്ങളെ നാവിന് കഴിയുന്നില്ല. കഴിഞ്ഞോ? ആദ്യത്തെ ക്ലിപ്പിൽ നിങ്ങൾ പറഞ്ഞതെന്താ? മുത്തു റസൂലിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം ശരീരത്തിന്റെ പ്രത്യേകതകൾ പറയരുത് സോഷ്യൽ മീഡിയകളിൽ, മറ്റുള്ളവരത് ട്രോളും. ഇപ്പൊ ഞങ്ങൾ അതിനെ പ്രതികരിച്ചപ്പോ അതിന് മറുപടി എന്നോളം വന്നിട്ട് മറുപടി അല്ലാന്നും പറഞ്ഞിട്ട് നിങ്ങൾ പറയണ വാക്കെന്താ? കേൾക്കാൻ ഞമ്മക്ക് വിഷമുണ്ട്, പക്ഷേ ഇവരെ കാപട്യം മനസ്സിലാക്കാൻ വേണ്ടി പറയാ. ഈ ഉമ്മത്തിനെ ഈ പേരോടും കൂട്ടരും ഇതുപോലെയുള്ള നരച്ചവരുമല്ലാത്തവരുമായ മൊയ്ലിയാക്കന്മാരെ കൊണ്ടുപോകുന്നത് എങ്ങോട്ടാ? ഇയാളും മദ്രസയിൽ കുട്ടികളെ പഠിപ്പിക്കണ കാരണരായി മൊയ്ലിയേര്. ഇയാൾ പഠിപ്പിച്ച കുട്ടികളെ അവസ്ഥ എന്താവും? എന്താ ഇയാൾ പഠിപ്പിക്കണത്? ഹബീബരായ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട ശരീരത്തിന്റെ ഭാഗത്തെക്കുറിച്ച് ഈ ലക്ഷണം കെട്ടവൻ പറയുന്ന വാക്ക് കേട്ടപ്പോ കൽബ് പടഞ്ഞുപോയി. വെച്ചു കൊടുക്ക, എന്താ പറയുന്നത്? സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രക്തത്തിനും മാലിന്യങ്ങൾക്കും, അതായത് വിസർജ്യ വസ്തുക്കൾക്കും, ഒന്നുകൂടി വെച്ചു കൊടുക്ക. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രക്തത്തിനും മാലിന്യങ്ങൾക്കും, അതായത് വിസർജ്യ വസ്തുക്കൾക്കും. ഇതേത് ദീനാണോ? അത് എന്ത് സുന്നിയാണോ? എന്ത് ആദരവാണോ അവർക്കുള്ളത്? ഹബീബരായ തങ്ങളുടെ ശറഫാക്കപ്പെട്ട ശരീരത്തിൽ മാലിന്യമോ, മുത്ത് റസൂലിൽ വിസർജ്യമോ? ഇതാണോ അദബ്? ഇതാ എന്റെ ഓരോ വിഷയത്തിലും അനക്ക് സന്നദ്ധത ഉണ്ട്, ബറക്കത്തെടുക്കുന്നുണ്ട്, വിശ്വാസമുണ്ട്. ഇതാണോ നിങ്ങളെ വിശ്വാസം? ഞങ്ങൾക്ക് അങ്ങനെ വിശ്വാസമല്ല. ആ രാഷ്ട്രീയക്കാരൻ പറഞ്ഞതിനേക്കാൾ അയാള് ബോഡി വേസ്റ്റ് എന്നാ പറഞ്ഞത്. ഈ ചങ്ങായി പറഞ്ഞത് എന്താ? പേരോടിന്റെ മൂട് താങ്ങി പറഞ്ഞത് എന്താ? കേട്ടില്ലേ നിങ്ങള്? അതിനേക്കാളും കടുപ്പപ്പെട്ട വാക്ക്. അത് നിങ്ങളെ ഉള്ളിലുള്ളതേ പുറത്തേക്ക് ചാടൂ. നിങ്ങളെ ഉള്ളിലുള്ളതാ പുറത്തേക്ക് ചാടിയത്. ഹബീബരായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശരീരമായിട്ട് ബന്ധപ്പെട്ട് മാലിന്യം, ബോഡി വേസ്റ്റ് എന്ന് പറഞ്ഞതിനേക്കാളും കടുപ്പപ്പെട്ട വാക്കല്ലേ പറഞ്ഞത്? എന്ത് തോന്നിവാസാടോ? ഞങ്ങളോടുള്ള എതിർപ്പുണ്ട്. ഹബീബരായ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തും പറയാം.